Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ഫ്രിഞ്ചസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് രാവിലെ ബികോം BBA-കാർക്ക് നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് എഴുതാൻ പോകുന്ന BA BSc സ്റ്റുഡൻസിന് ഇത് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു മോഡൽ കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വേഗം നോക്കാം. ഞാൻ ആൻസേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. കാരണം അത് ആഡ് ചെയ്തും കൂടി എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി സമയമാവും, നിങ്ങൾക്ക് എക്സാമിന് പോകേണ്ട സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എസ് ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ ഏരിയ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് 2 മാർക്കിന്റെ ആദ്യം നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ റിയൽ സ്റ്റെപ്പ് ഓർ റിയൽ വർക്ക് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ആസ് മെൻഷൻഡ് ഇൻ ദ സ്പീച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ റിയൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ റിയൽ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഡ്രീം അല്ലെ, ഒരു നേഷൻസിന്റെ ഡ്രീം അല്ലെങ്കിൽ ആസ്പിറേഷൻ സാധിക്കുന്ന രീതിക്ക് അതിനൊരു നല്ലൊരു ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദി മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നിർമ്മിക്കുക, അത് തന്നെയാണ് ഈ അസംബ്ലിയുടെ ഉദ്ദേശം. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു അസംബ്ലി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു 299 പേരുള്ള ഒരു വലിയൊരു അസംബ്ലി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവരൊരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഇവരുടെയൊക്കെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് സാധിക്കുന്ന രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് മീൻസ് ഭരണഘടന നിർമ്മിക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ റിയൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ റിയൽ വർക്ക്. ദെൻ രണ്ടാമത്തെ ചോദ്യമാണ്, വൈ ഈസ് ദമേന്തി ദേ സബാർ കോൾഡ് സാലിഹാൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അവരുടെ വില്ലേജിന്റെ പേര് സാലിഹ എന്നായിരുന്നു. അപ്പൊ അവരുടെ വില്ലേജിൽ ഒത്തിരി ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ പിന്നീട് ദമേന്തി ദേ സബാർ ആരായിട്ട് അറിയപ്പെട്ടു? സാലിഹാൻ ആയിട്ട് അറിയപ്പെട്ടു. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഹൗ വാസ് ഗൺ പൗഡർ ഇൻവെന്റഡ്? ഞാൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത്, റാൻഡം ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് ഞാൻ ആ വേർഡിൽ വരെ PDF ഫയലിൽ വരെ കൊടുത്തിരുന്ന ഒരു ചോദ്യമാണ്. ഗൺ പൗഡർ എങ്ങനെയാണ് ഇൻവെന്റ് ചെയ്തതെന്നുള്ളത് ചൈന ആക്സിഡന്റലി ഇൻവെന്റ് ചെയ്ത് പോയതാണ്. എലിക്സർ ഓഫ് ലൈഫ്, അമൃത് പോലെയുള്ള ഒന്ന് ഇൻവെന്റ് ചെയ്യുന്നതിൽ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആക്സിഡന്റലി ഇൻവെന്റ് ചെയ്ത് പോയതാണ് ഗൺ പൗഡർ. ചൈനയാണ് ആൾക്കാർ. ദെൻ ഹൗ ക്യാൻ നാനോ ടെക്നോളജി ഫൈൻഡ് എ സൊല്യൂഷൻ ടു ടെററിസം എന്നുള്ളതാണ്. ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതായത് ഈ ഒരു ടെററിസത്തിന് എന്ത് പ്രശ്ന പരിഹാരമാണ് നാനോ ടെക്നോളജി കാണാൻ പോകുന്നത്? ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരുന്നു, ബയോണിക് സ്പൈ ഫ്ലൈസിനെ അയച്ചിട്ടാണ് അഫ്ഗാനിസ്ഥാൻ, യമൻ, നോർത്ത് ആഫ്രിക്കയിലൊക്കെ അവര് ബയോണിക് സ്പൈ ഫ്ലൈസിനെ, ഈ ചാര ഈച്ചകൾ, അതിനെ അയച്ചിട്ടാണ് ഇവരെന്താ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കിയത്. അത് മാത്രമല്ല എയർപോർട്ട്സിലൊക്കെ FMRI എന്ന് പറഞ്ഞൊരു ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്ങും അവര് പ്ലേസ് ചെയ്തിട്ടാണ് ഈ ടെററിസം ഒന്ന് നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. Then what was the offer given by the stranger to anybody who helped him to find the white heron's nest? വൈറ്റ് ഹെറോണിന്റെ നെസ്റ്റ് കണ്ടുപിടിക്കുന്ന ആൾക്ക് എത്ര രൂപയാണ് പറഞ്ഞ? $10 ആണ് അല്ലെ. അപ്പൊ അതാണ് ഇവിടുത്തെ ആൻസർ. നോക്കി, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഏകദേശം വന്നേക്കുന്നത്. വൈ ഡിഡ് ദ സ്പീക്കർ ലെറ്റ് ദ ഫിഷ് ഗോ അറ്റ് ദ എൻഡ് ഓഫ് ദ പോയം? പോയത്തിന്റെ എൻഡിൽ വിടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു ഹോപ്പിന്റെ ഒരു പ്രതീകമായിട്ടാണ് അല്ലെ വിടുന്നത്. അത് മാത്രമല്ല, ആ ഫിഷിനെ കണ്ടപ്പോൾ തന്നെ അത് ലൈഫിൽ ഒന്ന് ജീവിക്കാൻ വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്തൊരു ഫിഷാണ് നമ്മുടെ നരേറ്ററിന് മനസ്സിലായി. അങ്ങനെ ആ ഒരു ഫിഷിന്റെ അടുത്തൊരു കൈൻഡ് ഒക്കെ തോന്നിയിട്ടാണ്, ഒരു ദയൊക്കെ തോന്നിയിട്ടാണ് ഫിഷ് നരേറ്റർ ആ ഒരു ഫിഷിനെ വിടുന്നത്. ഓക്കെ, അപ്പൊ അത് പറയാം. ദെൻ നെക്സ്റ്റ്, വേർ ഡിഡ് വന്ദന ശിവ ലേൺ അബൌട്ട് എക്കോളജി? എക്കോളജിനെ കുറിച്ച് വന്ദന ശിവ എവിടെ നിന്നാണ് പഠിച്ചത്? വന്ദന ശിവ ലേൺ അബൌട്ട് എക്കോളജി ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദി ഹിമാലയ. ഹിമാലയയിലെ ഫോറസ്റ്റുകളിൽ നിന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറിന്റെ സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവർ അത്രയും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ഹൗ ഈസ് ദ ഹറാസ്മെന്റ് ഓഫ് തിരുനങ്ങായിസ് ഡിഫറെന്റ് ഫ്രം ദ റാഗിംഗ് ഓഫ് ദി കോളേജ് സ്റ്റുഡൻസ്? അവരിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു പരിവാറിൽ അംഗമായി കഴിഞ്ഞാൽ അവർക്ക് ഹറാസ്മെന്റ് കാര്യങ്ങളൊന്നും ഏൽക്കേണ്ടി വരില്ല. പുതിയൊരാൾ വന്നാൽ പിന്നെ അവരുടെ അടുത്തേക്കാണ് അറ്റൻഷൻ പോകുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് സൊസൈറ്റി ആണ്. മാർജിനലൈസ്ഡ് ബൈ സൊസൈറ്റി മാർജിനലൈസ് ചെയ്തൊരു വിഭാഗമാണ്. നമ്മുടെ റാങ്കിങ് പോലെയല്ല, ഒരു പരിവാറിൽ അംഗമായി കഴിഞ്ഞാൽ ഇവരാരും ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, വാട്ട് ഡസ് യുവർ ജോബ് ഡു ഫോർ യു? ഇത് കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു ചോദ്യമായിരുന്നു. ഡിയർ ഇജാവലെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്.
ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം തന്നെ നമ്മൾ PDF കൊടുത്തിട്ടുണ്ടായിരുന്നു. യുവർ ജോബ് ഇൻക്രീസ് യുവർ കോൺഫിഡൻസ്, ഗീവ്സ് യു എ സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി നമുക്ക് ചെയ്യുമ്പോൾ എന്താ, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നു, നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആകുന്നു നമ്മൾ. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Then why is it advisable for a disabled person to have an electric wheelchair at the University town of Berkeley? അതായത് ബെർക്ലിയിലുള്ള ആ ഒരു യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് അംഗവൈകല്യമുള്ളവർക്ക് വീൽ ചെയർ യൂസ് ചെയ്യാൻ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് വീൽ ചെയർസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാമ്പസ് ഹില്ലിന്റെ മുകളിലായിരുന്നു. മാത്രമല്ല ഈ ഡിസബിലിറ്റി ഉള്ളവർക്ക് ഒരു സെൻസ് ഓഫ് ഫ്രീഡം, അവരുടേതായിട്ടുള്ള രീതിക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് വീൽ ചെയർസ് അവർ കൊണ്ടുവരാനായിട്ട് പറയുന്നത്. ദെൻ അടുത്തത്, വാട്ട് ഈസ് ദാറ്റ് വിച്ച് യു ക്യാരി വിത്ത് യു അറ്റ് ഓൾ ടൈംസ് ആൻഡ് കെ നോട്ട് ബി റിമൂവ്ഡ് ലൈക്ക് എ കോസ്റ്റ്യൂം ഓർ ഈറ്റൻ ലൈക്ക് എ 5 course ഡിന്നർ. അതായത് നമ്മുടെ കൂടെ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നതും ഈ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറുന്ന പോലെ മാറാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ റേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ കളർ, നമ്മുടെ റേസ്, ഇതിനൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു തൊലി ഉരിയുന്ന പോലെ ഉരിയാനും നമുക്ക് പറ്റില്ല എന്നാണ് അതിൽ എഴുതേണ്ടത് കേട്ടോ. ദെൻ അടുത്തത്, വാട്ട് ഹാപ്പൻ ടു ദി ദളിത് ബോയ് ആൻഡ് രജ്പുത് ഗേൾ ഇൻ ഹർദോയി. ആ ഒരു രജ്പുത് ഗേളും ദളിത് ബോയും പ്രണയത്തിലായതിനു ശേഷം അവർ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 2 വർണ്ണാസിലുള്ളവരായിരുന്നു അവര്. ഒരാൾ ദളിതും ഒരാൾ രജ്പുതി എന്നുള്ളതായതുകൊണ്ട് തന്നെ അവർ ആ ഒരു ബോയിനെയും ബോയുടെ ഫാമിലിയെ 3 മെമ്പേഴ്സിനെയും കൊന്ന് ആ ഒരു പെൺകുട്ടിയെ വിഡോ ആക്കുകയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമേഴ്സ് സോയിങ് സ്കൾസ് ആൻഡ് ബോൺസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി ലെസൺ എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ്. അപ്പൊ അവര് ഈ സോയിങ് ചെയ്യുന്ന സമയത്തൊക്കെ മറ്റുള്ള ഫാമേഴ്സിന്റെ മറ്റുള്ള ആളുകളുടെ സ്കള്ള് ബോണാണ്, അത് നമ്മുടെ വൈറ്റ് കൊന്നിട്ടതാണ് അവരെ അല്ലെ. അപ്പൊ അവരെയാണ് ലഭിച്ചുകൊണ്ടിരുന്നിരുന്നത്. ദെൻ വാട്ട് ഡിഡ് വൈറ്റ് ബ്രിങ്സ് ആസ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ സ്മോൾ പോക്സും അത് ഫുഡ് ഐറ്റവും പിന്നെ ഒരു ആൽക്കഹോളിക് ബ്രാൻഡ് അതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. റൈസ് ക്രിപ്സ് കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊരു അയണിയാണ്. ഇത്രയും കാര്യങ്ങളാണ് 2 മാർക്കിൽ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയായിരുന്നു. ഈസി ആയിട്ടുള്ള 2 മാർക്ക് സെക്ഷൻ ആണ്. ഇനി നമുക്ക് ഷോർട്ട് എസ്സേന്റെ ഭാഗത്തേക്ക് കടക്കാം. ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത്, ഹൗ ഡസ് സമീർ ടാൻറ്റി ഡിസ്ക്രൈബ് ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ഡെമോക്രസി. ഡെമോക്രസിന്റെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്? ഹെഡ് ഡൗൺ ചെയ്തിട്ട്, നീസ് ബെൻഡ് ചെയ്തിട്ട്, ഐസ് ക്ലോസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്, ബാരൻ അട്ടർ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഡെമോക്രസി ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പാഠഭാഗത്തിന്റെ കുറച്ച് സമ്മറിയും കൂടി ആഡ് ചെയ്തിട്ട് എഴുതേണ്ടി വരും. രണ്ടാമത്തെ ചോദ്യം, what was the condition of Salihan when the writer visited her a year later? അതായത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം സാലിഹാനെ കാണാനായിട്ട് പോയപ്പം സാലിഹാന്റെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 90 വയസ്സുള്ള സമയത്താണ് സാലിഹാനെ കാണാൻ പോകുന്നത്. അന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കും. ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത സമയത്ത് സാലിഹാന് 16 വയസ്സായിരുന്നു. റൈറ്റർ കാണുമ്പം 90 വയസ്സാണ്. വളരെയധികം ഓൾഡ് ആയിരുന്നു, വീക്ക് ആയിരുന്നു, ഗ്രേ ആയിരുന്നു. പക്ഷെ ആ ഒരു സ്പാർക്ക് ഇപ്പോഴും കണ്ണിലുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ എഴുതേണ്ടതായിട്ടുണ്ട്. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ നിങ്ങൾ. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം പറഞ്ഞു തീർക്കുകയാണ്. കമന്റ് ഓൺ ദ റോൾ പ്ലേഡ് ബൈ സയൻസ് ഇൻ വേൾഡ് വാർ 2. വേൾഡ് വാർ 2ന്റെ സമയത്ത് സയൻസ് എന്തായിരുന്നു സയൻസിന്റെ റോൾ എന്നാണ്. ഒത്തിരി വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായാലും ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായാലും ഗൺ പൗഡറിന്റെ കേസിലായാലും ഒത്തിരി കാര്യങ്ങൾ സയൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഇട്ടതും എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ സയൻസ് കാരണം ഉണ്ടായ കാര്യങ്ങളാണ്. ഇതിനടുത്തത്, കമന്റ് ഓൺ ദി ആംബിക്യൂസ് എൻഡിങ് ഓഫ് ദി സ്റ്റോറി എ വൈറ്റ് ഹെറോൺ. വൈറ്റ് ഹെറോണിന്റെ എൻഡിങ്ങിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ നമ്മുടെ സിൽവിയയ്ക്ക് നേച്ചർ ആയിട്ടുള്ള ഒരു കണക്ഷൻ, ആ ഒരു $10 ഹണ്ടറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനേക്കാളും അവൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് വൈറ്റ് ഹെറോണുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹമാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് നേച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാം. Then what advice does the poet give to the readers in the poem Fire? ഫയർ എന്ന് പറയുന്ന കവിത, ഞാൻ പറഞ്ഞു ഫയർ ഫിഷ് ഒക്കെ ചോദിക്കുന്നതായിരുന്നു. അപ്പൊ ഇതിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫയറിൽ ഒരു വിമൻ എംപവർമെന്റ് ആണ്. ഓരോ സ്ത്രീയുടെ ഉള്ളില് ഡ്രാഗൺ, മോൺസ്റ്റർ ഉണ്ട്, വോൾഫ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ പറയണം. ടോൺ ഓഫ് ദ പോയം ആങ്കർ ആണെന്നുള്ള കാര്യം പറയണം. ദെൻ കമന്റ് ഓൺ ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് വിദ്യ ആൻഡ് ഹെർ പാരന്റ്സ്. വിദ്യ ഫസ്റ്റ് പാരന്റ്സിനെ കാണുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നു, അപ്പ ഉണ്ടായിരുന്നു, പിന്നെ സിസ്റ്റർ രാധ ഉണ്ടായിരുന്നു. അപ്പം രാധ പറഞ്ഞ കാര്യം, നിനക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യം നീ ചെയ്യൂ എന്നുള്ളതാണ്. അമ്മ ആ ഒരു കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല ആദ്യം, പിന്നീട് ഓക്കെ ആയി. അപ്പയാണ് ഒന്ന് സംസാരിക്കാൻ പോലും റെഡി ആവാതെ ഹാപ്പി അല്ലാതെ ഇരുന്നത്. പക്ഷെ വിദ്യക്ക് അതിലുള്ള ഒരു സന്തോഷം, ഒരു റിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ ഫാമിലിക്ക് അറിയാം എന്നുള്ളത് മാത്രമാണ് ആകെ ആശ്വാസം. ദെൻ അപ്പൊ അത് അവരുടെ ആ ഒരു കണ്ടുമുട്ടിയ കാഴ്ച ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ദെൻ അടുത്തത്, ഹൗ ഡു പേഴ്സണൽ
അറ്റൻഡൻസ് ഹെൽപ്പ് എ ഡിസേബിൾഡ് പേഴ്സൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളവിടെ പറയേണ്ട കാര്യം, നമ്മൾ എല്ലാവരും ഡിപ്പെൻഡന്റ് ആണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. കാർപ്പൻറ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ ഒക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ഹെൽപ്പറിനെ വെച്ചോണ്ട് തെറ്റില്ല. അതിലൂടെ അവര് മാത്രം എന്താ പറയുക ഇങ്ങനെ ഡിപ്പെൻഡന്റ് ആയിട്ട് നടക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവര് ഹെൽപ്പറിനെ വെക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അവരൊറ്റയ്ക്ക് തന്നെയായിരിക്കും മേ ബി ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് അവരൊരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും ഡിപ്പെൻഡന്റ് തന്നെയാണ്. അവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്, പക്ഷെ അവരുടെ ഡിസബിലിറ്റി ആണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ്, വാട്ട് ഇസ് ദ തീം ഓഫ് ഹിസ്റ്ററി ലെസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ തീമായിട്ട് വരുന്നത് ഇൻഡിജിനസ് പീപ്പിളിന്റെ അടുത്തേക്ക് വൈറ്റ് സെറ്റിലേഴ്സ് വരുന്നു. അവർ വൈറ്റ്സ് വന്നിട്ട് ഇവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അല്ലെ. അവർ വന്നിട്ട് അവരുടെ കൾച്ചർ, അവരുടെ ലൈഫ് സ്റ്റൈല്, നേറ്റീവ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ആര്? വൈറ്റ്സ്. പിന്നെ വൈറ്റ്സ് വന്നിട്ട് അവരുടെ എനിമൽസിനെ കില്ല് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? സ്കിന്നിന് വേണ്ടിയിട്ടും, മീറ്റിന് വേണ്ടിയിട്ടും, ഫറിന് വേണ്ടിയിട്ടും. പിന്നെ അവിടുത്തെ മിനറൽസ്, ലാൻഡ് എല്ലാം ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് പറയാം. അപ്പൊ അവർ മാക്സിമം ഇൻഡിജിനസ് പീപ്പിളിന്റെ ലൈഫ് സ്റ്റൈല്, നേറ്റീവ്, നേച്ചറിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വൈറ്റ്സ് അവിടേക്ക് വരുന്നത്. അതാണ് ഹിസ്റ്ററി ലെസണിലൂടെ കാണിക്കുന്നത്. അപ്പൊ എല്ലാം ഒന്നിനൊന്ന് മികച്ച ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇവർക്ക്. ദെൻ നമുക്കിനി എസ് എ സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്തായാലും വരും എന്നുള്ള കാര്യം. അപ്പൊ അത് വന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഐഡിയൽസ് പ്രസന്റ് ഇൻ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നുള്ളത്. അപ്പൊ എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എഴുതണം, നെഹ്റുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതണം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കാര്യങ്ങൾ എഴുതണം, ഡേറ്റ്സ് എഴുതണം. പിന്നെ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന 8 കാര്യങ്ങളും അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടി വേണമെങ്കിൽ നമുക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് ആ ഒരു ആൻസറിൽ എഴുതണ്ടേ. 2-2.5 പുറക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. ദെൻ അടുത്തത്, അനലൈസ് ദ റീജിയണലിസം ഓർ ലോക്കൽ കളർ ഇൻ ദ സ്റ്റോറി എ വൈറ്റ് ഹെർണോ. അപ്പൊ ആ ഒരു നേച്ചറിന്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്ത് എഴുതണ്ടേ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എസ്സേന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ഏതാണോ പാഠഭാഗം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ സമ്മറി ഇങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. നമ്മുടെ ആൻസറിലും ഇതിൽ റിയൽ ആൻസറിലും ആ പാഠഭാഗത്തിന്റെ സമ്മറി തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ വൈറ്റ് ഹെറോന്റെ പാഠഭാഗം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിയായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ സമ്മറി അങ്ങോട്ട് 5 പാരഗ്രാഫ് തിരിച്ച് എഴുതിയാൽ മതി. ഓക്കെ. ദെൻ അടുത്തത്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചിമമാൻഡ അഡിച്ചേസ് കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ ആണ്. അപ്പൊ ആ ഒരു ജെൻഡറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഫെമിനിസ്റ്റ് ആയിട്ട് വളർത്താൻ കൊടുത്തിരിക്കുന്ന ആ ഒരു 15 സജഷൻസ് അല്ലെ. ജെൻഡറിന്റെ കാര്യത്തിൽ ആ ഒരു ഈക്വാലിറ്റി പറയുന്നതും, പിന്നെ ചുടി ഹസ്ബൻഡിനെ ഒരു ബേബി സിസ്റ്റർ ആയിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് പ്രശ്നമില്ല. അമ്മമാര് ഈ ഒരു പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്റ്റേജിൽ ഹെൽപ്പ് ചോദിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ആ ഒരു ടോയ്സ്, അവരുടെ ടോയ്സിൽ പോലും വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജെൻഡറിനെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന അതിലെല്ലാം ആക്ച്വലി ജെൻഡറിനെ കുറിച്ചാണ്. അപ്പൊ അത് മൊത്തം നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നമ്മൾ ഈ ചിമമാൻഡയുടെയും ലവ് ലൈൻസും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഇതൊക്കെ റെലവെന്റ് ടോപ്പിക്സ് ആയതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ ലവ് ലൈൻസിലും ഇതേപോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ കൂടി ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലത്തെ ഇനീക്വാലിറ്റിയുടെ ഒക്കെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഹർദോയിലത്തെയും മധുരയിലത്തെയും എല്ലാ കാര്യങ്ങളും പറഞ്ഞ്, മീരാബായിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. സോ ഓവറോൾ നോക്കുമ്പം വളരെ 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 നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ BCom BBA സ്റ്റുഡൻസിന് പഠിച്ച കുട്ടികൾക്കൊക്കെ, പഠിച്ചെന്നല്ല അത്യാവശ്യം റിവൈസ് ചെയ്ത് പോയ കുട്ടികൾക്കൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഒത്തിരി പേര് വന്നിട്ട് നമ്മുടെ അടുത്ത് എളുപ്പമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇനി BA BSc-കാർക്ക് എങ്ങനെയാവും എന്ന് അറിയില്ല. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം. ഇത് തന്നെ വരുന്ന വെച്ച് ആരും പോണ്ട, അങ്ങനെ വരില്ല. അപ്പോൾ ഇതേ മോഡലിലായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഇവർ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും അങ്ങനെ ചോദിച്ച് കാണുന്നില്ല. ഇപ്പം ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കൊല്ലവും നമുക്ക് എക്സാമിന് ഇതേപോലെ ഇവർക്ക് ഈസിയും BA BSc-കാർക്ക് ടഫും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വേഗം ഒന്നും കൂടി ഒന്നെല്ലാം നോക്കുക. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിച്ച് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവർക്ക് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല രീതിക്ക് ശ്രദ്ധിച്ച് എക്സാം എഴുതാം. താങ്ക്